എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് മധ്യ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രവുമായി. ശ്രീകാന്ത്, ഒരുപാട് രാഷ്ട്രീയ പരീക്ഷണങ്ങൾ, സാമുദായിക സമവാക്യങ്ങൾ ഇതെല്ലാം പ്രധാനമായിരിക്കുന്ന മേഖലയാണ്. എന്താണ് ഒടുവിലത്തെ ഒരു മത്സര ചിത്രം? വേണു, മധ്യ കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, മത്സരം നടക്കുന്ന മണ്ഡലം ഉൾപ്പെടുത്തുന്നത് മധ്യ കേരളത്തിലാണ്. അതായത് തൃശൂർ ലോക്സഭാ മണ്ഡലം. 3 കരുത്തരായ സ്ഥാനാർത്ഥികളാണ് അവിടെ 3 മുന്നണികൾക്ക് വേണ്ടി കളത്തിലിറങ്ങിയിട്ടുള്ളത്. BJPയെ സംബന്ധിച്ച് സുരേഷ് ഗോപി അവിടെ മത്സരരംഗത്ത് ഇറങ്ങുന്നു. നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ വൈകിയെങ്കിലും അദ്ദേഹം ഏതാണ്ട് 1 വർഷത്തോളമായി അവിടെ സജീവമാണ് പ്രചാരണ രംഗത്ത്. അത് അദ്ദേഹം മേൽക്കൈ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ VS സുനിൽകുമാർ, മുൻ മന്ത്രിയും തൃശ്ശൂരിൽ ചിരപരിചിതനുമായ, തൃശ്ശൂരിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും നല്ല ബോധ്യമുള്ള മുൻ മന്ത്രി VS സുനിൽകുമാർ കൂടിയാണ് അവിടെ LDFന് വേണ്ടി കളത്തിലുള്ളത്. മൂന്നാമത്തെയാൾ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തിയ K മുരളീധരനാണ്. ലീഡറുടെ മകൻ, അതോടൊപ്പം മുൻ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഘടകങ്ങളും അദ്ദേഹത്തിന് അനുകൂലമായി വരുന്ന കാര്യമാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഒരു സീസൺഡ് ഫൈറ്റർ കൂടിയാണ് എന്നുള്ളത് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വടകരയിലടക്കം 2019 എത്തി അദ്ദേഹം വലിയ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് അദ്ദേഹത്തെ തൃശ്ശൂരേക്ക് എത്തിക്കുന്നത്. തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന് വേണമെങ്കിൽ തൃശ്ശൂരിനെ വിലയിരുത്താം. ഇനി ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഈ വന്യജീവി ശല്യം, അത് വയനാടിനെ പോലെ തന്നെ ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള ജില്ലയാണ് ഈ ഇടുക്കി ജില്ല. അവിടെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ അവിടെ പ്രചാരണ രംഗത്ത് ഉയർന്നു കേൾക്കുന്ന പ്രധാന വിഷയം ഈ വന്യജീവി ശല്യം തന്നെയാണ്. സർക്കാരിനെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് അത് വലിയ തോതിൽ അവരെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പ്രചാരണ രംഗത്ത്. ഈ പ്രചാരണം തുടങ്ങിയ ശേഷം തന്നെ 2 മരണങ്ങൾ അവിടെ ഈ വന്യജീവി ആക്രമണത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവിടെയും സിറ്റിംഗ് MP ഡീൻ കുര്യാക്കോസും അതോടൊപ്പം ജോയ്സ് ജോർജ്, മുൻപ് അവിടെ MP ആയിരുന്ന ജോയ്സ് ജോർജും കളത്തിലിറങ്ങുന്നു. ഇന്ന് സംഗീത വിശ്വനാഥിനെ BDJS സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് NDAയും അവിടെ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. CPMനെ സംബന്ധിച്ച് S രാജേന്ദ്രൻ അവിടെ ഇടഞ്ഞു നിൽക്കുന്നത് ആ മേഖലയിൽ വോട്ട് കുറയ്ക്കാനുള്ള സാധ്യത ഉളവാക്കുന്നതാണെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. അതിനുള്ള പണി അവരവിടെ എടുക്കുന്നുമുണ്ട്. കോട്ടയത്തേക്ക് വന്നാൽ അവിടെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോര് അതിശക്തമായി നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഏറെ കൗതുകകരമായ മത്സരം കൂടിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. തോളിൽ കൈയിട്ട് നടന്ന ആളുകൾ വൈരികളായി മാറി അവിടെ പോരിനിറങ്ങുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി തൻ്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് അവിടെ കളത്തിലിറങ്ങുകയും ചെയ്യുന്നു എന്ന പ്രത്യേകതയുണ്ട്. എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ സിറ്റിംഗ് MP ഹൈബി ഈഡൻ, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ വൈകിയാണ് പ്രഖ്യാപിച്ചതെങ്കിൽ കൂടി അദ്ദേഹത്തിന് സാമുദായികമായ പിന്തുണയടക്കം വളരെ ഗുണകരമായ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. KJ ഷൈൻ ടീച്ചർ നേരത്തെ LDF ആദ്യം തന്നെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ്. ഏറെ CPMനെ സംബന്ധിച്ച് അവരുടെ താഴെത്തട്ടിലുള്ള നേതാവാണ്. പറവൂർ മുനിസിപ്പൽ കൗൺസിലർ കൂടിയാണ്. അവർ സാമുദായികമായി നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് പറ്റിയ സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം. BJP ഇതുവരെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ചാലക്കുടിയിലേക്ക് വന്നാൽ അവിടെ ബെന്നി ബെഹനാൻ, സിറ്റിംഗ് MP A ഗ്രൂപ്പ് നേതാവ്, അവിടെ മത്സരത്തിനിറങ്ങുന്നു. അദ്ദേഹത്തിനൊരു ഭീഷണിയായി വരാൻ സാധ്യതയുള്ളത് 2020യുടെ സ്ഥാനാർത്ഥിയാണ്. കാരണം 2020 സ്ഥാനാർത്ഥിക്ക് കാര്യമായ വോട്ട് ഉള്ള മേഖലയാണ് 2020ക്ക് ഈ ചാലക്കുടി എന്ന് പറയുന്നത്. അവിടെ C രവീന്ദ്രനാഥ്, മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്, അവിടെ മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. പ്രചാരണ രംഗത്ത് അദ്ദേഹം സജീവമാണ്. BDJSമുണ്ട്. പാലക്കാട് എടുക്കുകയാണെങ്കിൽ C കൃഷ്ണകുമാർ, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിലിറങ്ങുന്നു. എതിർ നിൽക്കുന്ന സ്ഥാനാർത്ഥികളും കരുത്തരാണ്. ആലത്തൂരിലേക്ക് വന്നാൽ മന്ത്രി K രാധാകൃഷ്ണൻ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നിലവിൽ രമ്യ ഹരിദാസ്, സിറ്റിംഗ് MP കൂടിയ രമ്യ ഹരിദാസിന്. അങ്ങനെ മധ്യ കേരളത്തിലും വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. എസ് ശ്രീകാന്താണ് മധ്യ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ട ചിത്രവുമായി ചേർന്നത്.